നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണമെന്ന് പ്രാഥമിക റിപ്പോർട്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി. രാവിലെ നെയ്യാറ്റിൻകര ആറാലുംമുട്ടിലെ വീട്ടിലെ കല്ലറ തുറന്ന് പുറത്തെടുത്ത മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. മൃതദേഹം ഇന്ന് നെയ്യാറ്റിൻകരയിലെ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കും. സംസ്കാരം നാളെ നടക്കും. വി വിനോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഏറെ ദിവസത്തെ ആശങ്കകൾ, വിവാദങ്ങൾ അതിനൊക്കെ അവസാനമാവുകയാണോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങൾ പുറത്തുവരുന്നതോടെ? രേണുക, ഇന്ന് നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഭാഗമായി പല തട്ടിലുള്ള പരിശോധനകളാണ്. ഒന്ന്, ഈ സ്വാഭാവിക മരണമാണോ എന്നത് ഒരു പ്രാഥമികമായി കണ്ടെത്താനുള്ള പരിശോധനകൾ. മറ്റൊന്ന്, ഈ മർദ്ദനമേറ്റോ ആന്തരിക അവയവങ്ങളിൽ ക്ഷതമേറ്റിട്ടുണ്ടോ, എല്ലുകൾക്ക് ഒടിവ് സംഭവിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ. മറ്റൊന്ന്, രാസപരിശോധനയുമായി ബന്ധപ്പെട്ടതാണ്. അത് ആന്തരികാവയവങ്ങളുടെ സാമ്പിളുകൾ പരിശോധിച്ച ശേഷം വിഷാംശം ഉൾപ്പെടെ ശരീരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് പരിശോധിക്കുന്നതാണ്. ഏതാണ്ട് ഒരാഴ്ചയോളം എടുക്കും അതിന്റെ റിസൾട്ട് വരാൻ. ഇതുവരെയുള്ള പരിശോധനാ ഫലങ്ങൾ, അത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടാകട്ടെ, പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടാകട്ടെ, അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്ന നിലയ്ക്കാണ്. അതായത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുരൂഹത അവശേഷിക്കുന്നില്ല പ്രാഥമികമായി പരിശോധിക്കുമ്പോൾ എന്ന നിലയ്ക്കാണ്. ഇനി ചില റിപ്പോർട്ടുകൾ കൂടി വരാനുണ്ട്. അതുകൂടി കഴിഞ്ഞ ശേഷമേ ഇതിലൊരു പൂർണ്ണമായ സ്ഥിരീകരണം ഉണ്ടാകുള്ളൂ. ഏതായിരുന്നാലും ഇനി പോലീസിന്റെ നടപടി, അത് മൃതദേഹം എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടെങ്കിൽ തന്നെ അത് വിട്ടുകൊടുത്ത് ബാക്കി നടപടികൾ പൂർത്തിയാക്കുക എന്നതാണ്. അന്വേഷണം തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കുകയും ചെയ്യും. പക്ഷെ ഇപ്പോൾ അതിന്റെ ഒരു ആവശ്യമില്ല. അന്വേഷണവുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമില്ല. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തു. നാളെ ഇതൊരു മഹാസമാധിയായി കാര്യങ്ങൾ ചെയ്യാനാണ് കുടുംബാംഗങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം നേരത്തെ ഉണ്ടായി. അവർ പറയുന്നത് നാളെ വൈകിട്ട് 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് വിപുലമായ രീതിയിൽ ഒരു മഹാസമാധിയാക്കി മാറ്റിക്കൊണ്ട് കൂടുതൽ ആചാര്യന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട്, ഹൈന്ദവ സന്യാസിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതൊരു വലിയ സമാധിയായി, മഹാസമാധിയായി മാറ്റുക എന്ന ഒരു ആലോചനയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. മൃതദേഹം നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് മൃതദേഹം അവിടെ സൂക്ഷിക്കും. രേണുക, ശരി, എന്തായാലും പുലർച്ചെ മുതൽ നീണ്ട നടപടികളാണ്, പുലർച്ചെ തുടങ്ങിയ നടപടികളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങളിൽ എത്തി നിൽക്കുന്നത്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്.